എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനീത. വെൽക്കം ബാക്ക് ടു വിനി ഈസി റെസിപ്പി. ഇന്ന് നമ്മൾ ചപ്പാത്തിക്കായിട്ട് കാബേജ് കൊണ്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പകുതി കാബേജ് ഇവിടെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 സവോള, 4-5 വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1 ഉരുളൻകിഴങ്ങ്, 1 തക്കാളി. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചു. സവോള നീളത്തിൽ അരിഞ്ഞു വെച്ചു, തക്കാളി അതുപോലെ ഉരുളൻകിഴങ്ങ് ഇങ്ങനെ സ്ക്വയറായിട്ടാണ് അരിഞ്ഞു വെച്ചേക്കണത്. ബാക്കി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ റീഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. അത് പൊട്ടിയ അതിലേക്ക് നമ്മൾ സവോള അരിഞ്ഞു വെച്ചാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തു സവോള. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവോള ഒന്ന് 2 മിനിറ്റ് നല്ലോണം ഒന്ന് വഴറ്റുക. അതിനുശേഷം നമ്മൾ സവോളയുടെ കൂടെ തന്നെ ഉരുളൻകിഴങ്ങും ഇട്ട് വഴറ്റാൻ പോവുകയാണ്. നമ്മൾ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റി 2 മിനിറ്റ്. അതിനുശേഷം സ്റ്റവ് ഒന്ന് സിമ്മിലേക്ക് ആക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം 2 മിനിറ്റ്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരുവിധം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഉള്ളി ഒന്ന് നല്ലോണം ട്രാൻസ്പെറൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അതിലേക്ക് ചേർക്കാം. ഇനി പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി നമുക്ക് വഴറ്റാം. സ്റ്റൗ സിമ്മിലാക്കിയിട്ട് വീണ്ടും നമുക്ക് ഒന്നും കൂടെ അടച്ചു വയ്ക്കാം 2 മിനിറ്റ് നേരത്തേക്ക്. 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കാബേജ് ചേർത്ത് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് തീരെ വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ വേവിക്കേണ്ടത്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അടച്ചു വയ്ക്കേണ്ടത്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ച കാബേജ് ഇട്ട് കൊടുക്കാം. കാബേജിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു 2 മിനിറ്റോളം അടച്ച് വെക്കണം കേട്ടോ. അപ്പോഴേ തക്കാളിയിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങുള്ളൂ. നമുക്ക് 2 മിനിറ്റ് അടച്ച് വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം എല്ലാ മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പാണ് ആദ്യം ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചാണ് ചേർത്തത്. പിന്നെ 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഈ സമയത്ത് ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു കുറച്ച് നേരം അടച്ചു വെച്ചാൽ നമ്മുടെ കറി തയ്യാറായി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു. നല്ല നിറമൊക്കെ വന്നു. ഇനി നമുക്ക് 2 മിനിറ്റ് വീണ്ടും അടച്ചു വയ്ക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കാബേജ് കറി തയ്യാറായി കാണും. ഇപ്പോൾ മസാലയെല്ലാം പിടിച്ച് കറി നല്ലോണം പാകമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്